ഇത്രത്തോളം ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്ത് നമുക്ക് അല്പസമയം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ സമയം ഇവിടെ 9 മണിയാകുമ്പോൾ വിലിയർദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവിടെ രാത്രി 11:30 മണിയായി. അവരെ സഹധർമ്മി ബിന്ദു, ബെൻസൺ, കുഞ്ഞുങ്ങൾ എല്ലായിടത്തും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചില പ്രയാസങ്ങൾ കടന്നുപോയപ്പോൾ ദൈവം അത്ഭുതമായി നടത്തി. പ്രാർത്ഥനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന പാസ്റ്റർ ജെയ്സൺ, സജി ജോൺ, കോർഡിനേറ്റർ അയക്കുന്ന ദൈവദാസൻ സാം, അനീഷ്, അത് പ്രയർ കോർഡിനേറ്റർ, സോങ്സ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മെഷീൻ ഫീൽഡിൽ കോർഡിനേറ്റർ ചെയ്യുന്നവരുണ്ട്, മീഡിയയിൽ കോർഡിനേറ്റർ ചെയ്യുന്ന അവരെല്ലായിടത്തും നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇത്രയും പേർക്ക് നമുക്കായിരിക്കും കർത്താവ് കൃപ തന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മളെ കൂട്ടായ്മ, ഇന്നത്തെ പ്രാർത്ഥന, ഇന്നത്തെ ആരാധന എല്ലാം ദൈവനാമ മഹത്വത്തിന് തീരുവാൻ ദൈവത്തിന്റെ വചനമായി പ്രതി നിൽക്കുമ്പോൾ നമ്മൾ സംസാരിക്കുവാൻ കർത്താവ് സഹായിക്കാൻ വേണ്ടി നമുക്ക് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ വിശ്വസ്തത, കർത്താവിന്റെ പരിപാലനം എല്ലായിടത്തും ഉണ്ട്. ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. പരിശുദ്ധ നിത്യനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് കർത്താവെ സൂമായി കൂട്ടായ്മയായി കർത്താവെ ഇത്രത്തോളം കടന്നു വന്ന ദൈവത്തെ സ്തുതിക്കാൻ കർത്താവ് കൃപ തന്നു. ഒരു പകൽ സമയം കടന്നുപോയി. ഇന്ന് രാത്രി ഞങ്ങൾ ദൈവസന്നിധി ആയിരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അനേകം വിഷമിച്ച് മധ്യസ്ഥ ചെയ്യുവാനും, വിശേഷ കർത്താവെ പ്രാർത്ഥന ധ്വനിയുടെ കർത്താവെ മെയിൻ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയൽ ഒരുമിച്ച് കുടുംബത്തോട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനൊക്കെ കൃപ തന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രിത്തെ പ്രാർത്ഥന, പാട്ട്, കർത്താവെ മധ്യസ്ഥ പ്രാർത്ഥന, വചന ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമാക്കി തീർക്കണേ. നിന്റെ നാമമഹത്വത്തിനായി പ്രാർത്ഥന ഏറ്റവും ആവശ്യമാണല്ലോ. ഞങ്ങളുടെ മുട്ടുമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന എടുക്കണേ യേശു നാമത്തിൽ. നമുക്കൊരു പാട്ട് ദൈവവാസനുണ്ട്. അദ്ദേഹം ബാക്കി ഉള്ള ദൈവവാസം ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ഏർക്കൂടെ ചേർന്ന് മറവിടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ എന്ന പാട്ട് നമുക്ക് പാടാം. എല്ലാവർക്കും കൂടെ പാടാം. അത് മ്യൂട്ട് ചെയ്തോ അൺമ്യൂട്ട് ചെയ്തോ നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്ന് നമുക്ക് നമ്മുടെ ദൈവത്തെ പാടി ആരാധിപ്പാൻ ദൈവം സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഞാൻ പാടുക. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ, മാറം നീടാതി വീടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്, മാറം നീടാതി വീടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നെനിക്ക്, അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നെനിക്ക്. ആനന്ദ ജീവിത വഴിയിലെന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു, ആനന്ദ ജീവിത വഴിയിലെന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. ആമേൻ. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ, മാറം നീടാതി വീടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വിളിച്ച ദൈവം ആമേൻ വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വരികയില്ല അവൻ എന്നെ പിരികയില്ല,
വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ല, അവൻ എന്നെ പിരികയില്ല. വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മറവിടമാ എനിക്കേശുവുണ്ട്. മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മാറം നീടാതിവിടെന്നെ കരുതിയിടുവാൻ. ആമേൻ. മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. മാറം നീടാതിവിടെന്നെ കരുതിയിടുവാൻ. മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. ഇതാ വേഗം ഞാൻ വാനവിരവിൽ ഇനിയും വരുമെന്നരുളി ചെയ്ത. ഇതാ വേഗം ഞാൻ വാനവിരവിൽ ഇനിയും വരുമെന്നരുളി ചെയ്ത. ഈ നല്ല നാഥനെ കാണുവാനായി ഇരവും പകലും എന്നെ വസിച്ചിടുന്നു. ഈ നല്ല നാഥനെ കാണുവാനായി ഇരവും പകലും എന്നെ വസിച്ചിടുന്നു. മറവിടമാ എനിക്കേശുവുണ്ട്. മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മാറം നീടാതിവിടെന്നെ കരുതിയിടുവാൻ. മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. മാറം നീടാതിവിടെന്നെ കരുതിയിടുവാൻ. മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. ആമേൻ. സ്തോത്രം. നല്ലൊരു പാട്ട് കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. മറവിടമായി കർത്താവ് നമ്മെ കൂടിയുണ്ട്. മറച്ചിടവന്റെ ചിറകിന് കീഴിൽ ശരണം പ്രാപിക്കാൻ കർത്താവ് കൃപ തന്നല്ലോ. ഞാന് കൂടുതലിലേക്ക് ആ കാര്യങ്ങൾ കടന്നു പോകുന്നില്ല. പാഷ ജയ്സൺ നമ്മുടെ മധ്യത്തിലുണ്ട്. ജയ്സൺ പാഷ നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവവേദ നമ്മളെല്ലാം കഴിയുന്നതും വീഡിയോ ഓൺ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം നമ്മുടെ പാഷ ബെൻസൺ ദാനിയൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ബെൻസൺ ദാനിയലിന് നേരിട്ടുള്ള മെസ്സേജ് ഞാൻ കൊടുക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ സമയം ഇപ്പോൾ ഏകദേശം 11:30 മണി കഴിഞ്ഞു. വലിയൊരു ദാസന്മാരുണ്ട്. ബാക്കി ബെൻസൺ ദാനിയൽ നമ്മുടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവിടാം. അതിനുവേണ്ടി നമ്മളെ മധ്യത്തിലായിരിക്കുന്ന പ്രാർത്ഥന ധ്വനിയുടെ ഡയറക്ടറെ മെയിൻ മുൻപന്തിയിൽ നിൽക്കുന്ന ദൈവദാസൻ ബെൻസൺ ദാനിയലെ അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമാവുന്ന നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. പ്രാർത്ഥന ധ്വനി ബഹ്റൈൻ കൗൺസിലിൻ്റെ നേതൃത്വം നടക്കുന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ആമേൻ സംബന്ധിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല നിമിഷത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. പ്രാർത്ഥന ബഹ്റൈൻ കൗൺസിലിൻ്റെ ചെയർമാൻ പ്രിയ ജയ്സൺ പാസ്റ്റർ, മറ്റെല്ലാ കൗൺസിൽ മെമ്പേഴ്സിനും പ്രാർത്ഥനാ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ പ്രാർത്ഥനാ സഹായികൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവസ്ഥാനത്തായിരിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ, അനേക പ്രാർത്ഥന വിഷയങ്ങളെ ഓർത്ത് ദൈവത്തിനെ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപയാ നമ്മുടെ പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങളെയൊക്കെ ദൈവത്തോളം സഹായിച്ചു, ഇത്രത്തോളം പരിപാലിച്ചു. പ്രത്യേകിച്ച് ബഹ്റൈൻ ദേശത്ത് നമ്മുടെ പ്രവർത്തനങ്ങളെ ദൈവത്തോളം മാനിപ്പടയായി ആമേൻ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. 2019 ബഹ്റൈനിൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ പ്രവർത്തനം ഓപ്പണിംഗ് ചെയ്യുവാനിടയായത്. അന്ന് മുതൽ ഇന്നുവരെയും ആമേൻ നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചു. പല
മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ബഹ്റിൻ ചാപ്റ്ററിൽ കൂടി ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും വീണ്ടും നേരുന്നു. ദൈവം അവിടുത്തെ പ്രവർത്തനങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിൻ്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും നാം ദൈവസ്നാതിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ഒരുമിച്ച് അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിന് 2-ാമത്തെ വാക്യം വായിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന നമുക്ക് എല്ലാവർക്കും സുപരിചിതമാകുന്ന ഒരു വാക്യമാണല്ലോ വായ്പടയായത്. എലീശയുടെ കാലത്ത് ഒരു ദൈവഭക്തൻ്റെ കുടുംബത്തിലെ ആ ദൈവദാസി നിലവിളിക്കുന്ന ഒരു പ്രാർത്ഥന, വേദനയോടെ നിലവിളിച്ച് പറയുന്നതായ ഒരു വിഷയമാണല്ലോ നമ്മൾ വായ്പാടയായത്. ഇവിടെ ചില കാര്യങ്ങൾ വായിക്കുകയാണ്. നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. സ്തോത്രം. 3 കാര്യങ്ങൾ ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, നിന്റെ ദാസൻ കർത്താവിൻ്റെ വേല ചെയ്തവരാണ്, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവദാസൻ. ആ ദൈവദാസന്റെ കുടുംബത്തിലൊരു വിഷയമാണ് ഇവിടെ വായിക്കുന്നത്. ആ ദൈവദാസി വിളിച്ചു പറയുക, പ്രവാചകനോട് എലീശായോട് വിളിച്ചു പറയുക, നിന്റെ ദാസനായിരുന്നു. കർത്താവിൻ്റെ ദാസന്മാരായി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കർത്താവിന് വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാണെന്നറിയാമോ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിത്വമുള്ള ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. നാടും വീടും വിട്ട് എല്ലാം ഉപേക്ഷിച്ച് എല്ലാം ചപ്പും ചവറും തന്നെ കർത്താവിന്റെ മുഖത്തേക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. കർത്താവിന്റെ വിളി കേട്ട് നാം ഇറങ്ങിത്തിരിച്ച് കർത്താവിന്റെ മഹത്വമുള്ള വേല നാം ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവെ, എൻ്റെ സാഹചര്യങ്ങൾ പലതാണ്, എൻ്റെ മാതാപിതാക്കളുടെ വിഷയം, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയം, എൻ്റെ പല സിറ്റുവേഷൻസ് എൻ്റെ മുമ്പിലുണ്ട് കർത്താവ്, എൻ്റെ ഭവനത്തിൻ്റെതാകുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന ചിന്തകൾ മാനുഷികമായി നമ്മെ അലട്ടാറുണ്ട്. എന്നാൽ അതെല്ലാം ഒരു സൈഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ തന്നെയും കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ആരെയും ഇന്നും ദൈവം ലജ്ജാവിഷയമാകില്ല, ഇന്നും ദൈവം ലജ്ജാവിഷയമാക്കത്തുമില്ല. സ്തോത്രം. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പലരും ലജ്ജിച്ചു പോയപ്പോൾ, പലതും തകർന്ന് തരിപ്പണമായി പോയപ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ച ദൈവത്തിന്റെ മകനെ, മകളെ, ദൈവം നമ്മെ മാനിച്ച വിധങ്ങൾ എത്ര വലുതാണെന്നറിയാമോ? ഹല്ലേലൂയ. ഇവിടെ വായിക്കുകയാണ്, നിന്റെ ദാസനായിരുന്നു എൻ്റെ ഭർത്താവ്. രണ്ടാമതായി വായിക്കുന്നു, അവൻ യഹോവ ഭക്തനായിരുന്നു. ഹല്ലേലൂയ. ഒന്ന്, നിന്റെ ദാസനായിരുന്നു. 2, ഭക്തനായിരുന്നു, ദൈവഭക്തനായിരുന്നു. വിശ്വസ്തയോടെ നേരോടെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിൽക്കുന്ന ദൈവഭക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന അനേക അഭിഷക്തന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമത്തിലും ഒരു സക്കറിയ പുരോഹിതനെ പറ്റി വായിക്കുന്നു. അവര് വിശ്വസ്തയോടെ നേരോടെ ഹല്ലേലൂയ ദൈവഹിത പ്രകാരം കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിന്റെ എല്ലാ കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു എന്നാണ് ആ കുടുംബത്തെ പറ്റി നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കർത്താവിന്റെ ഭക്തിയോടെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഹിതപ്രകാരം, കർത്താവിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ട് ദൈവഹിതപ്രകാരം മാത്രം ജീവിക്കുന്ന അനേകരുടെ തലമുറകൾ ഇന്നും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. യാതൊരു കുറുക്കു വഴിയുടെയും പുറകാലെ പോകാതെ നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന കുടുംബങ്ങളെ, അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ തലമുറകളെ ദൈവം ദേശത്ത് മാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ലോകത്തായിരിക്കുമ്പോൾ കഷ്ടതയും വേദനയും പ്രയാസങ്ങളും നിന്ദകളും അപമാനങ്ങളും എല്ലാം സഹിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അവർ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി സ്വർഗീയമായതിനെ കാംക്ഷിച്ചു. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരം ജീവിച്ചു, ഭക്തിയോടെ ജീവിച്ചു. ലോക ഇമ്പങ്ങളൊക്കെ അവിടെ മുമ്പിൽ കടന്നു വന്നപ്പോൾ, സ്ഥാനമാനങ്ങൾ, പ്രതാപങ്ങൾ, പ്രൗഢികൾ, ധനം, സുഖം, യശസ്സും ആഭിജാത്യവും ഇതെല്ലാം അവരുടെ മുമ്പിൽ കടന്നു വന്നപ്പോഴും അതിനെല്ലാം അവര് മാറ്റിയിട്ട് കർത്താവിന്റെ ഹിതപ്രകാരം വിശ്വസ്തയോടെ ദൈവഭക്തിയോടെ ജീവിപ്പടയായി. അവിടെ തലമുറകളെ ദൈവഭക്തിയിൽ വളർത്തുവാടയായി. ബാലം നടക്കേണ്ടുന്ന വഴിയിൽ ഒരു അഭ്യസിപ്പിക്കണം, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല.
ആമേൻ. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ദൈവത്തിന്റെ വചനത്തിന്റെ ഭക്തിയിൽ ദൈവഹിതപ്രകാരം ജീവിച്ചതായ ഹല്ലേലൂയ ആ തലമുറകളെയൊക്കെ ദൈവം തമ്പുരാൻ ഇന്നും മാനിച്ചു അനുഗ്രഹിച്ചു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഒന്ന്, നിന്റെ ദാസനായിരുന്നു. രണ്ട്, യഹോവ ഭക്തനായിരുന്നു. ആ ദൈവദാസൻ മരിച്ചുപോയി. ഹല്ലേലൂയ. നിന്റെ ദാസനായിരുന്നു, യഹോവ ഭക്തനായിരുന്നു, അവൻ മരിച്ചുപോയി. ഹല്ലേലൂയ. കുടുംബത്തിലെ വേദന എന്ന് നോക്കിക്കാട്ട്. ദൈവഭക്തിയോടെ ജീവിച്ചവൻ, ദൈവത്തിന്റെ ദാസനായി നിന്നവന് പെട്ടെന്ന് ഒരു മരണം ആഞ്ഞിരിക്കാനായിട്ടിടയായി. പ്രതീക്ഷിക്കാത്ത ചില മരണങ്ങളൊക്കെ നമ്മളെ പലപ്പോഴും നിരാശപ്പെടുത്താറുണ്ട് അല്ലേ? പെട്ടെന്നുള്ള അപകടങ്ങൾ, പെട്ടെന്നുള്ള രോഗങ്ങൾ അല്ലേ? പല കാര്യങ്ങൾ ക്രമീകരിച്ചു വെച്ച് എവിടെയെങ്കിലും പോകുന്ന വഴിക്കായിരിക്കാം പെട്ടെന്നുള്ള അപകടങ്ങൾ, പെട്ടെന്നുള്ള രോഗങ്ങൾ, പെട്ടെന്നുള്ള ചില പ്രതിസന്ധികൾ. ഹല്ലേലൂയ. പെട്ടെന്നുള്ള ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഷോക്ക് കേൾക്കാറുണ്ട്. ദൈവമേ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഷോക്കായി നിൽക്കുന്ന എത്രയോ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പം നിന്റെ ദാസനായിരുന്നു, യഹോവ ഭക്തനായിരുന്നു, അവൻ മരിച്ചുപോയി. ആമേൻ. സ്തോത്രം. 116-ാമത്തെ സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യഹോവ ഭക്തന്മാരുടെ മരണം, നിന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്, യഹോവയ്ക്ക് വിലയേറിയത്. ആമേൻ. യെഹെസ്കേൽ പ്രവാചനം 18:32 പറയുന്നു, ദുഷ്ടന്റെ മരണത്തില് എനിക്ക് പ്രസാദമില്ല. ഹല്ലേലൂയ. യെശയ്യാവ് 57:1 പറയുന്നു, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇനിയും അനർത്ഥങ്ങളും കഷ്ടങ്ങളും വേദനകളും എല്ലാം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ആയിരിക്കുന്നത്. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണല്ലോ. യുദ്ധങ്ങളും യുദ്ധസ്തുതികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ജാതി കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പല കുടുംബങ്ങളിൽ പോലും പലവിധമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. ശത്രുവായ പിശാച് അല്പകാലമേ ഉള്ളെന്ന് അറിഞ്ഞുകൊണ്ട് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങി വേണ്ടിയെന്ന് നടക്കുന്ന സന്ദർഭങ്ങളിൽ എന്തെല്ലാം പ്രതിസന്ധികളൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പല സഭകളിൽ പോലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ഹല്ലേലൂയ നേതൃത്വ സ്ഥാനങ്ങളിൽ പോലും കസേരയ്ക്ക് വേണ്ടിയൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു രാഷ്ട്രീയ കളരി പോലെ ഇന്ന് പല സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളായിരിക്കുന്നത്. സ്നേഹം കുറഞ്ഞു പോവുകയാണ്. പണ്ടത്തെ പോലെ സ്നേഹമില്ല, ഐക്യതയില്ല. മൊബൈൽ എന്ന് പറയുന്നതായ ഒരു ചെറിയൊരു സാധനം ലോകത്തെ എല്ലാവരും ഇപ്പോഴ് അവരുടെ കയ്യിലാക്കി വെച്ചിരിക്കുകയാണ്. നിയന്ത്രണം മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. കമ്പ്യൂട്ടർ നിയന്ത്രണം മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് മനുഷ്യൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ വിരഞ്ഞോടുകയാണ്. എന്തെല്ലാം ബുദ്ധി മണ്ഡലങ്ങളിൽ പോലും അവർ ചിന്തിക്കുന്ന നിലയിൽ പല കാര്യങ്ങൾ അവർ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിലൊക്കെ സ്റ്റാഫുകൾ കുറയുകയാണ്. ഹോസ്പിറ്റലിലൊക്കെ നഴ്സുമാർ കുറയുക. എല്ലാ റോബോട്ടുകളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണല്ലോ നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനേക്കാൾ ഉപരിയായ രോഗങ്ങൾ വർദ്ധിക്കുന്നു, അപകടങ്ങൾ വർദ്ധിക്കുന്നു, മരണങ്ങൾ വർദ്ധിക്കുന്നു. വിഷാംശങ്ങൾ മനുഷ്യന്റെ ആഹാരത്തിൽ പോലും കലർത്തി ആ വിഷങ്ങൾ പോലുമാണ് നമ്മൾ കഴിക്കുന്നത്. സ്തോത്രം. മനുഷ്യന് ആഹാരം കഴിച്ച് സൈഡ് എഫക്ട് ഉണ്ടായി മരിക്കുന്നു. അങ്ങനെ അനർത്ഥങ്ങളെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ. ഹോസ്പിറ്റലിൽ പോലും മനുഷ്യന് തലയായിക്കും, അവിടെ പോയി കിടക്കാൻ നോക്കും, അവിടെയും ബോംബിടുകയാണ്. എന്ന് പറഞ്ഞാൽ അക്രമങ്ങൾ പെരുകുന്നു, അനീതികൾ പെരുകുന്നു, വഞ്ചനകൾ പെരുകുന്നു, കൈക്കൂലി പെരുകുന്നു. എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷമുണ്ടല്ലോ. നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടായിരിക്കാം. ഒരു ഭക്തന്റെ മരണം നമുക്ക് ദുഃഖമുണ്ടായിരിക്കാം. ഒരു കുടുംബത്തിന് ഏറ്റതായ വേദന, ആ ഷോക്ക്, ആ മരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും വേദനയുണ്ടായിരിക്കാം. എന്നാ യഹോവയുടെ മുമ്പിൽ, ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ കുടുംബത്തിന് എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ ഭക്തനാകുന്ന ആ ദൈവദാസൻ മരിച്ചുപോയി. കടക്കാർ വന്ന് പിള്ളാരെ അടിമയാക്കാൻ വന്നിരിക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കിക്കാട്ട്. ഭർത്താവ് മരിച്ചുപോയി, ആ ദൈവദാസൻ മരിച്ചുപോയി. ആ കുടുംബത്തില് ഒരു വലിയ പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. കടഭാരം വന്നിരിക്കുകയാണ്. കടക്കാർ വന്നവരെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു വല്ലാത്ത വ്യാകുലം. ഹല്ലേലൂയ. കടമെന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ഒരു വിഷയമാണല്ലോ. കടം, ലോണുകൾ എടുത്തിട്ട് അത് അടയ്ക്കാൻ പറ്റാത്തത് അല്ലെ? അത് അടയ്ക്കാൻ പറ്റാത്തത് കാരണം ആത്മഹത്യ ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഒത്തിരി കൃഷിക്കാർ തന്നെ ലോൺ എടുത്തതാണ്, പക്ഷേ അത് അടയ്ക്കാൻ പറ്റാത്തത് കാരണം ആത്മഹത്യ ചെയ്യുന്നു. എന്ത് ഞെട്ടലോടുകൂടിയാണെന്ന് അറിയാമോ ചില വാർത്തകൾ? നമ്മൾ ഈ അടുത്തിടയ്ക്ക് തന്നെ പല ബിസിനസ്സിലുള്ള പല ആൾക്കാരുടെയൊക്കെ ആത്മഹത്യകളൊക്കെ നമ്മൾ ഞെട്ടിപ്പിക്കുകയായി. റെയ്ഡ് വന്നപ്പോൾ സ്വയം ആത്മഹത്യ വെടിവെച്ച് മരിച്ചു കൊന്നതായ ആൾക്കാർ, അതുപോലെ പല രീതിയിലും സുസൈഡ് ചെയ്യുന്ന ആൾക്കാർ, വിഷം തിന്ന് അല്ല ഫാനിനകത്ത് അല്ലെങ്കിൽ മുറിക്കകത്ത് തൂക്കിച്ചെത്തു. അങ്ങനെ പലവിധമായ ആത്മഹത്യകളൊക്കെ നമ്മുടെ മുമ്പിൽ കടന്നു. ചില കടബാരകള് ലോൺ വന്നു, ജപ്തി നോട്ടീസ് വന്നപ്പോൾ
വന്നപ്പോൾ അത് അടയ്ക്കാൻ പറ്റാത്തത് കാരണം മരിച്ചു പോകുന്ന, സ്വയം ജീവനൊടുക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ടെന്നറിയാമോ? മദ്യപാനത്തിന് അടിമകളായി, കഞ്ചാവ്, മയക്കുമരുന്നിനൊക്കെ ആ അടിമകളായി ജീവിതം തകർന്ന് തരിപ്പണമായി മരിക്കാനായ ആ നിമിഷങ്ങൾ, ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചതായ നിമിഷങ്ങൾ, അതിൽ നിന്ന് പിന്തിരിച്ചതായ ദൈവത്തിന്റെ വചനം കേട്ട് അനേകർക്ക് രൂപാന്തരം വന്ന് അതിൽ നിന്ന് മാറി ഇന്ന് കർത്താവിന്റെ കുഞ്ഞുങ്ങളായി, കർത്താവിന്റെ ദാസന്മാരായി മാറിയ അനേകരെ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുമ്പ് അനേക വർഷങ്ങൾക്ക് മുമ്പ് 2002 സ്തോത്രം, ഞാൻ പാർക്കുന്ന ഗുജറാത്ത് ജാംനഗർ പട്ടണത്തിൽ ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് ദൈവാത്മാവ് സംസാരിച്ചു. റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. അവിടെ ഒരു സ്ത്രീ ട്രെയിൻ കറക്റ്റ് 10:30 ട്രെയിൻ വരുന്നുണ്ട്. 10 മണിയായപ്പോൾ ആ സ്ത്രീ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടുകയാണ്. എളുപ്പം വണ്ടിയെല്ലാം കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ആ സ്ത്രീ ഒരു കുഞ്ഞുമായിട്ട് ഓടുകയാണ്. ഞാൻ അവിടെ എൻ്റെ വണ്ടി അവിടെ നിൽക്കാൻ പറഞ്ഞു. ആ സ്ത്രീയോട് ചോദിച്ചു, എന്താ പാസ്റ്റർ മാറ്, ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് ആ ട്രെയിനിന് മുമ്പിൽ ചാടണം, ഞാനും എൻ്റെ കുഞ്ഞു മരിക്കാൻ വേണ്ടി പോവുകയാണ്, വലിയ കടഭാരമാണ്, ജീവിതത്തിൽ സമാധാനമില്ല, സ്വസ്ഥയില്ല. അവിടെ നിന്നുകൊണ്ട് അവരുടെ യേശുവിനെ പറ്റി പറയുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകുവാനായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം പറയട്ടെ, ചില കടഭാരങ്ങൾ, ചില മാനസിക സംഘർഷങ്ങൾ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും നിരാശപ്പെടുത്താറുണ്ട്. നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ശൂന്യതയിലാക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ഒറ്റപ്പെടുത്തി കളയാറുണ്ട്. നമ്മുടെ ജീവിതം പോലും അവസാനിപ്പിക്കുവാൻ ശത്രുവായ പിശാച് പദ്ധതി ഒരുക്കാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കടം, വല്ലാത്തൊരു കടത്തെ പറ്റി പറയുക. കടം വാങ്ങാനായിട്ട് ചിലര് പകുതി ബുദ്ധി ഉപയോഗിക്കാറുണ്ട്, രക്ഷപ്പെടാൻ വേണ്ടി ബാക്കി ബുദ്ധി ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇത് രക്ഷപ്പെടാൻ വേണ്ടി. സ്തോത്രം, ഹല്ലേലൂയ. ഈ കുടുംബത്തിന്റെ അവസ്ഥ, കടക്കാർ വന്ന് അവരെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോയിരിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് ആ മാതാവിന്റെ വേദന. അവിടെ ഏക ആശ്രയമാകുന്ന ആ ഭർത്താവ് മരിച്ചുപോയി. ഇനിയും ആശ്രയം എന്ന് പറയുവാൻ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങളെയും അടിമകളായി പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എത്ര വേദനയുടെ അവസ്ഥയാണ്. അവസാന നിമിഷം ദൈവം തന്റെ ദൂതനെ ഇറക്കുന്നത് പോലെ ആ ദൈവദാസനെ, ആ എലീഷായെ ആ വീടിന് മുമ്പിൽ കൂടിക്കൊണ്ടുവരികയാണ്. ഇന്ന് പകൽക്കാലവും ഞാൻ ആത്മാവിന്റെ ദൂത് പറയട്ടെ, മാനുഷികമായി മനുഷ്യൻ ചിന്തിക്കുന്ന ചില അവസാന നിമിഷങ്ങൾ ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള ചില തുടക്കങ്ങളായിരിക്കും. മറന്നുപോകല്. മനുഷ്യൻ തള്ളിക്കളഞ്ഞതിനെ, മനുഷ്യൻ ഒറ്റപ്പെടുത്തിയതിനെ എടുത്ത് ഉപയോഗിപ്പാൻ ദൈവ ശക്തനാണ്. ഒന്നിനും കഴിവില്ല, ഒരു യോഗ്യതയുമില്ല, ഒന്നിനും ഇടുക്കില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് ദൈവം നമ്മെ തേടിയെത്തി വിടിപ്പിച്ച ദൈവത്തിന്റെ കൃപ എത്ര വലുതാണെന്നറിയാമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നും നാം ആയിരിക്കുന്നത് കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ്. എന്റെ സഭയിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു, ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതായ ഒരു സഹോദരന് അവന്റെ അപ്പനും മരിച്ചുപോയി. തമിഴ്നാട് സ്വദേശിയാണ്. അവന്റെ അപ്പനും മരിച്ചുപോയി, അമ്മയും മരിച്ചുപോയി. ഭയങ്കര കടം തന്റെ ആ പ്രിയ സഹോദരന് നേരിടേണ്ട വന്നു. തനിക്കൊരു ഇളയ സഹോദരനുണ്ട്, ഒരു ഇളയ സഹോദരി, ഒരു പെങ്ങളുണ്ട്. ഈ പെങ്ങളുടെ വിവാഹം നടത്തണം. ഈ സഹോദരൻ ഒരു ജോലി ആവശ്യമാണ്. അങ്ങനെ വലിയ പ്രാരാബ്ദങ്ങൾ നിറഞ്ഞതായ ഒരു നിമിഷം. ആകെ ഇന്ത്യൻ മണി ഒരു 3000 രൂപ മാത്രമേ തനിക്ക് അന്ന് ഈ കമ്പനി ജോലി ലഭിക്കാറുള്ളൂ. ഭയങ്കര നിരാശ. തന്റെ മാതാവും പിതാവും മരിച്ചുപോയി. ഭയങ്കരമായ കടഭാരം. ആകെ തമിഴ്നാട്ടിൽ ചെറിയ വീടാണ്. ആ വീടും ചെറിയൊരു സ്ഥലവുമുണ്ട്. അത് ഏത് സമയത്തും കടക്കാരോ അല്ലെങ്കിൽ ബാങ്കുകാരോ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ താൻ ജോലിക്ക് വേണ്ടി ഇവിടെ കിടന്നതുമാണ്. തുച്ഛമായ ശമ്പളത്തിൽ തന്റെ അനിയനെയും തന്റെ പെങ്ങളെയും തന്നെ നോക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുവാറുണ്ട്. താൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ മകനായി തീരുവാടയായി. സ്തോത്രം. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. ദൈവം തന്നെ മാനിച്ചു, ദൈവം തന്നെ ഉയർത്തുവാടയായി. ഹല്ലേലൂയ. ഒരു സ്നാന ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഇരിക്കുമ്പോൾ തനിക്ക് സൗദി അറേബ്യയിൽ ഒരു ഫോൺ വരുവാടയായി. ഒരു വലിയ കമ്പനിയുടെ അറബിയാണ് വിളിക്കുന്നത്, മുതലാളിയാണ് വിളിക്കുന്നത്. ആ മനുഷ്യൻ വിളിച്ച് തന്നെ ഫോണിൽ കൂടി തനിക്ക് ഇന്റർവ്യൂ നടത്തുകയാണ്. ആ ഇന്റർവ്യൂ താൻ പാസ്സായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ. താൻ സൗദി അറേബ്യയിലേക്ക് കടന്നുപോയി. നല്ല നിലയിൽ ദൈവം തന്നെ മാനിച്ചു, നല്ല നിലയിൽ തന്നെ ദൈവം തന്നെ ഉയർത്തി. തന്റെ ഇളയ സഹോദരനെയും സൗദി അറേബ്യയിൽ കൊണ്ടുപോകണയായി. തന്റെ ഇളയ പെങ്ങളുടെ വിവാഹം ബോംബെ ഇന്റർനാഷണൽ എയർപോർട്ടിലുള്ള ഒരു സഹോദരനെ വിവാഹം കഴിക്കുവാനായി. സ്തോത്രം. ഇന്ന് ആ കുടുംബങ്ങളെ ദൈവം മാനിച്ചു, ദൈവം കുഞ്ഞുങ്ങളെ കൊടുത്തു, ദൈവം ദേശത്ത് മാനിച്ചു, വാഹനങ്ങൾ കൊടുത്തു, ഭവനങ്ങൾ കൊടുത്തു. അവിടെ കടഭാരങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ ക്ലേശങ്ങൾ, ഇതെല്ലാം ദൈവം അവരെ വിടിവിപ്പാനായിട്ടിടയായി. സ്തോത്രം. എനിക്ക് തായുമില്ല, തന്തയുമില്ല, എനിക്കെല്ലാമല്ല, എന്റെ കർത്താവ് മാത്രമാണെന്ന് സാക്ഷി പറഞ്ഞതായ സഹോദരന്റെ ആ അനുഭവം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ച മാതാവേ, പിതാവേ, ഒരുപക്ഷെ ചില കടഭാരകൾ, ചില സംഘർഷങ്ങൾ,
ചില വേദനകൾ, ചില നിന്ദകൾ നിന്നെ ഒറ്റപ്പെടുത്തി എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു പോയി, അവസാന സമയമെന്ന് നീ ചിന്തിക്കുന്ന ചില നിമിഷങ്ങൾ ദൈവം തമ്പുരാൻ പ്രവർത്തിക്കാൻ പോകുന്ന ചില തുടക്കങ്ങളായിരിക്കുമെന്ന് ഇന്ന് രാത്രികാലം ദൈവാത്മാവിൻ എന്റെ ദൂത് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ആമേ. അവർ പറയുകയാണ്, ആമേ, പ്രവാചകൻ ചോദിക്കും, നിന്റെ ഭവനത്തിൽ എന്തുണ്ട് പറക. അവള് പറയാ, ഒരു ഭരണി എണ്ണയല്ലാതെ എന്റെ ഭവനത്തിലൊന്നും. അവിടെ ഉള്ള അവസ്ഥ തുറന്നു പറഞ്ഞു. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഉള്ള അവസ്ഥ നമ്മുടെ ദൈവത്തോട് തുറന്നു പറഞ്ഞാട്ട്. ആമേ. കയ്യിൽ ഇഷ്ടം പോലെ വെച്ചിട്ട് പറയല് ഒന്നുമില്ലെന്ന് പറയില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് കയ്യിൽ, പക്ഷേ ഒന്നുമില്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സ്തോത്ര. ഒരിക്കൽ ധനികനാന്ന ഒരു മനുഷ്യനെ ഇപ്പോഴും പ്രാർത്ഥനയാ, അടുത്തുള്ള വിധവയെ ദൈവമേ അവരെ സഹായിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ, അവർക്ക് സാമ്പത്തിക വഴികളെല്ലാം തുറക്കണമേ. അപ്പൊ അവിടുത്തെ ഒരു കൊച്ചുമോനാണ്, അല്പ കുരുത്തക്കേട് കാണിക്കുന്ന ഒരു കൊച്ചുമോനാണ്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ, പ്രാർത്ഥന എന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ അത്ഭുതം, അയ്യോ പേഴ്സ് നിറച്ചും പൈസയാ. അന്നിലെ ATM അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. പേഴ്സ് മൊത്തം പൈസയാ. എന്നിട്ടും പ്രാർത്ഥിക്കുക, അടുത്തുള്ള വിധവയെ അനുഗ്രഹിക്കണമേ. ആ മോൻ എന്ത് ചെയ്തറിയാമോ, പെട്ടെന്ന് തന്നെ ആ പൈസ നിറഞ്ഞിരിക്കുന്ന പേഴ്സ് കൊണ്ടുവന്ന് അടുത്തുള്ള ആ ആന്റിയുടെ വീട്ടിൽ, വിധവയാന്ന് ആന്റിയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. എന്താ പോലെ ഇത് വെച്ചോ, ആന്റിയുടെ ആവശ്യത്തിന് വേണ്ടി എടുത്തോളാം പറഞ്ഞു, പൈസ മൊത്തം എടുത്തോളാം പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് അപ്പച്ചൻ കണ്ണു തുറന്നപ്പോൾ മോനെ കാണുന്നില്ല. മോനെ ഇവിടെ പോയി, കൊച്ചുമോനെ ഇവിടെ പോയി വിളിച്ചപ്പോഴുണ്ട്. അവന് ഓടി വന്നു, അപ്പച്ച എന്താ നീ ഇവിടെ പോയതാടാ? ഞാൻ അപ്പച്ചൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി പോയതാ എന്ന് പറയുവാടയായി. സ്തോത്രം. ആമേ. സംഭവമാണോ കഥയാണോ ഞാൻ ഒത്തിരി ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇഷ്ടംപോലെ കയ്യിലിരുന്നിട്ടും മറ്റുള്ളവരെ സഹായിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ആമേ. തളർന്നിരിക്കുന്നവർ എത്രയോ പേരുണ്ടെന്നറിയാമോ? വേദനയിലായിരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടുണ്ടെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്യണം. നമ്മെ പറ്റി എന്തെങ്കിലും ചെയ്യാൻ ആരെയും വേദനിപ്പിക്കൽ, ആരെയും നാം ബുദ്ധിമുട്ടിപ്പിക്കൽ. നമ്മെ കൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ദൈവമക്കളുടെ ഉത്തരവാദിത്തമാണ്. ആമേ. പ്രാർത്ഥന തൊരിയും ദൈവത്തിന്റെ കൃപയാ പ്രാർത്ഥനയായി കൈത്താങ്ങുന്ന ഒരു പ്രവർത്തനമാണല്ലോ. എന്നാൽ മിഷൻ പ്രവർത്തനത്തിൽ കൂടി പല നിലയിലും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ബഹ്റിൻ ചാപ്റ്ററുകാർ ഒത്തിരിയും സോഷ്യൽ പ്രവർത്തനങ്ങൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. അതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. വേദനപ്പെടുന്നവരുടെ, ദുഃഖത്തിലായിരിക്കുന്നവരുടെ ആമയുടെ കണ്ണുനിരൂപ്പുവാൻ, അവരുടെ വേദനത്തിൽ പങ്കാളികളാകുവാൻ ദൈവം ഒരുക്കുന്ന നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ വീടുകളിൽ നിന്ന് കടങ്ങൾ വാങ്ങി വീട്ടുകാർക്ക് പോലും നാട്ടുകാർക്ക് പോലും ഈ കുടുംബം ഒരു ഭാരമായി മാറിയിരിക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കിക്കാട്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അടുത്ത വീടുകളിൽ പോയി പൈസ ചോദിക്കുക, സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അടുത്ത് എത്ര വേദനയാണെന്നറിയാമോ? കടക്കാരെല്ലാം വീട്ടുകാരെല്ലാം ചെയ്യണം, ഇനി വരിക അവസാനത്തെ കടമെന്ന് ഇവർ അറിയുന്നുണ്ടോ? ആമേ. പ്രവാചകൻ പറയും, അടുത്ത വീടുകളിൽ പോയി വെറും പാത്രങ്ങൾ വാങ്ങി വായ്പ വാങ്ങാനാ. വായ്പ ഇത് അവസാനത്തെ വായ്പയാണ്, നിന്റെ കടഭാരത്തിന്റെ അവസാന വായ്പ. നീ ഇത്രയും നാളും കഷ്ടപ്പെട്ടല്ലോ, നീ ഇത്രയും നാളും വേദനപ്പെട്ടല്ലോ, ഇത്രയും നാളും അവിടെ നിന്ന് ഇവിടെ നിന്നും കടം ചോദിച്ചില്ലേ, ഇത് അവസാനത്തെ കടവാ. സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ പോയി പാത്രങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വാങ്ങിക്കാൻ വേണ്ടി ചെന്നപ്പോഴുണ്ട് വീട്ടുകാരെല്ലാം ദാ വരുന്നു, കടം ചോദിക്കാൻ വരിക. ആമേ. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയല്ലേ, ഇറങ്ങി പോകല്ലേ, പൈസ ചോദിക്കാനാ വന്നിരിക്കുന്നത്. പക്ഷെ ഇത് അവസാനത്തെ കടമാണെന്ന് അവരറിയുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആത്മാവെ ഞാൻ ദൂത് പറയട്ടെ, ഒരു പക്ഷെ ദേശത്തിനും നീ പരിഹാസ വിഷയമായിരിക്കാം, നിന്നാ വിഷയമായിരിക്കാം, എബേസിനെ പോലെ നീ നിന്നാപാത്രമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം ഗിൽഗാൽ ഉരുട്ടി മാറ്റുന്ന പോലെ നിന്റെ ചില നിന്ദകളെ മാറ്റുവാ, നീ വേദനപ്പെടുന്ന ചില വിഷയത്തിന് മറുപടി നൽകുവാ. മാതാവേ, പിതാവേ, നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിന്മേൽ അത്ഭുതം പ്രവർത്തിപ്പാൻ എന്റെ കർത്താവിന്റെ കരം ഇന്ന് രാത്രികാലം പ്രവർത്തിക്കുന്നു. അതോർത്ത് ഞാൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു ഭരണി എണ്ണയല്ലാതെ എന്റെ ഭവനത്തിൽ ഒന്നുമില്ല. പാത്രങ്ങളെല്ലാം വാങ്ങിച്ചു കേട്ടോ. എല്ലാ വീടുകളിൽ നിന്നും മാക്സിമം പാത്രങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ കൊണ്ട് വീട്ടിനകത്ത് കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടു ചെന്നതിന് ശേഷം ആമേ. പ്രവാചകൻ പറയുകയാണ്, നിന്റെ ആയ ഒരു ഭരണി എണ്ണയുണ്ടല്ലോ, ആ ചെറിയൊരു ഭരണിയിൽ എണ്ണയുണ്ടല്ലോ, അത് ഈ പാത്രങ്ങളിലേക്ക് ഒഴിക്കുവാൻ പറഞ്ഞു. ഓരോ പാത്രങ്ങളിലേക്ക് ഒഴിക്കുക, ഓരോ പാത്രങ്ങളിലേക്ക്. ഏതെല്ലാം പാത്രങ്ങളിലേക്ക് ഒഴിക്കുന്നു അതെല്ലാം നിറയുകയാണ്. സ്തോത്രം. ആമേ. ഒരു ദൈവദാസന്മാർ 50 പാത്രങ്ങളുണ്ടോ, 50 പാത്രം നിറച്ചു അനുഗ്രഹം. 100 പാത്രമുണ്ടോ, 100 പാത്രം നിറച്ചു അനുഗ്രഹം. അമർത്തി കുലുക്കി കവിയുന്ന നീ ചോദിക്കുകയും നിനക്കുകയും ചെയ്യുന്ന അത്യന്തപരമായി കഴിഞ്ഞ നാളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ എന്ത് വലുതാണ്. ആമേ. ഇന്ന് ഞാനൊരു മീറ്റിംഗിൽ പ്രസംഗിച്ചപ്പോൾ പറയുവാടെയായി, ആമേ, ഒരു നിമിഷം ചിന്തിച്ചു നോക്കിക്കാട്ട്. നമ്മൾ ചോദിക്കുകയും നമ്മൾ ചിന്തിച്ചതിനേക്കാൾ ഉപരിയായിട്ടല്ലേ ദൈവം നമ്മെ മാനിപ്പടയായത്. ശലോമോനെ പറ്റി പറയാ, ശലോമോൻ ചോദിച്ച കാര്യം യഹോവയ്ക്ക് പ്രസാദമായി. എന്നാൽ ഇതിനു പുറമെ നീ ചോദിക്കാത്ത ചില നന്മകൾ കൂടി ദൈവം ശലോമോന് നൽകിയതുപോലെ ഇന്ന് നിമിഷം ചിന്തിച്ചു നോക്കിക്കാട്ട്. കഴിഞ്ഞ നാളിൽ എത്രയോ കാര്യങ്ങളാണ് ദൈവത്തോട് ചോദിച്ചത്, എത്രയോ കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയാ നീ ചിന്തിക്കാത്ത, നീ പ്രതീക്ഷിക്കാത്ത എത്രയോ മേഖലകളിൽ
ദൈവം തമ്പുരാൻ നമ്മെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ കരകൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട് പ്രൈസ് ദ ലോർഡ്. പറഞ്ഞിരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്ര. ദാവീദ് പറയുന്നു, കർത്താവേ ഇത്രത്തോളം മാത്രമല്ല, ഇത് മാത്രമല്ല ദൈവമേ, എന്റെ വരാനുള്ള തലമുറയ്ക്ക് പോലും ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാൻ എന്തുള്ളൂ, എന്റെ ഗ്രഹവും എന്തുള്ളൂ, എന്നെ വരാൻ പോകുന്ന തലമുറയ്ക്കുള്ളത് വരെയും ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ദൈവത്തിന്റെ പ്ലാനും പതി എത്ര വലുതാണെന്നറിയാമോ? അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകിലോ അവന്റെ മേലിട്ടുകൊള്ളുവേ. പല വിഷയങ്ങളെ ഓർത്ത് നാം ചിന്താകുലപ്പെടുകയല്ലേ, വേദനപ്പെടുകയല്ലേ? എന്നാൽ ഇന്ന് രാത്രികാലം ദൈവാത്മാ പറയാ, നിന്റെ ചിന്താകുലങ്ങളെ, നിന്റെ ഭാരങ്ങളെ, നിന്റെ പ്രയാസങ്ങളെ കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എണ്ണ ആ പാത്രങ്ങളിലേക്ക് ഒഴിച്ചു. പാത്രങ്ങളെല്ലാം തീർന്നു. എണ്ണയും പാത്രങ്ങളെല്ലാം അവിടെ ഏതെല്ലാം കാലി പാത്രങ്ങളുണ്ടോ അതെല്ലാം എണ്ണ നിറഞ്ഞു. പാത്രം തീർന്നപ്പോൾ എണ്ണയുടെ അളവ് നിന്നു. ഈ എണ്ണ വിറ്റ് അവര് ജീവിപ്പാടെ അവിടെ കടങ്ങളെല്ലാം വീട്ടി ആ കുടുംബത്തെ ശൂന്യതകളെ മാറ്റുവാൻ, ആ കുടുംബത്തിലെ പരാജയങ്ങളെ മാറ്റുവാൻ ദൈവം ഒരു അഭിഷിക്ത ദാസനെ ആ നിമിഷം അവിടെ അയച്ച് ഒരു ദൈവപ്രവൃത്തി അവിടെ നടക്കുവാൻ ഇടയായി. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. സദൃശ്യ 10-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യഹോവ നീതിമാനെ പട്ടിണി കിടത്തത്തില്ല. 34-ാം 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ബാലസിംഹങ്ങളിൽ കിട്ടാതെ വിശന്നിരിക്കോ. യഹോവ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കൂടെ ഉണ്ടാകുകയില്ല. കാനാവിലെ കല്യാണം യോഹന്നാന്റെ സുവിശേഷമാണല്ലോ. ഹല്ലേലൂയ. ആമേ. പോരായ്മകൾ മാറ്റുവാൻ, ശൂന്യതകൾ മാറ്റുവാൻ. ആമേ. വീഞ്ഞു തീർന്നു പോയി. ഹല്ലേലൂയ. ആമേ. വീഞ്ഞു തീർന്നുള്ള വിവരമാദ്യം അറിയുന്നത് മറിയാണല്ലോ. മറിയുണ്ടെങ്കിൽ വേണേ പബ്ലിസിറ്റി ചെയ്യാമായിരുന്നു, എല്ലാവരോടും പറയാമായിരുന്നു, ഒരു ബഹളോടെ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ മറിയ എന്ത് ചെയ്തറിയാമോ? പറയേണ്ടവനോട് പറഞ്ഞു. ഇന്ന് രാത്രിക്കാലോ പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ ആവശ്യം സ്തോത്രത്തോടെ ദൈവത്തോട് പറഞ്ഞാട്ട്, നാട്ടുകാരോട് പറഞ്ഞ് ലോകം മൊത്തമാക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തോടൊന്ന് പറഞ്ഞാട്ട്, അവന്റെ കരം ഇന്നും കുറുതായിട്ട് അവന്റെ ചെവി ഇന്നും വന്നു പാട്ടില്ല. മറിയ എന്തെന്നറിയാമോ? പറയേണ്ടവനോട് പറഞ്ഞപ്പോൾ ആ കാനാവിലെ കല്യാണത്തിന്റെ പോരായ്മകളെ, ആ ശൂന്യതകളെ മാറ്റുവാൻ എന്റെ കർത്താവിനെ കരം ഇറങ്ങി വരുവടയായി. 1 രാജാക്കന്മാർ 17-ാമത്തെ 12-ാമത്തെ വാക്യത്തിലോ ആമേ സ്തോത്രം, ഒരു അപ്പമുണ്ടാക്കി മരിക്കാൻ വേണ്ടി ഒരു അമ്മയും മോനും കൂടി നോക്കുമ്പോൾ ഏലിയാവിനെ ദൈവത്തിലേക്ക് അയക്കുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. ആമേ. വെള്ളമെടുക്കാൻ വേണ്ടി വന്നപ്പോ പറയുക, ഒരു കഷ്ണം അപ്പം കൂടി കൊണ്ടുവരണമേ. അവിടെ ആ വേദന, അവൾ പറയുക, അല്പ എണ്ണയും അല്പ മാവ് മാത്രമേ ഉള്ളൂ, അപ്പമുണ്ടാക്കി ഞാനും മോനും കൂടി മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. ആ പ്രവാചകന്റെ വാക്ക് അവൾ അനുസരിച്ച് വന്നപ്പോൾ അവിടെ കലത്തിലെ മാവ് വർദ്ധിച്ചു. ആമേ. ഭരണിയിലെ എണ്ണ വർദ്ധിച്ചു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വാക്കിൽ നീ ഇറങ്ങി തിരിച്ച ആമേ പെരുത്ത മീൻകൂട്ട് രാത്രി മുഴുവനും അധ്വാനിച്ചു ഒന്നും കിട്ടാതെ നിരാശനായി എന്റെ കർത്താവേ, വലിയ പ്രതീക്ഷയോടല്ലേ ഞാൻ ഇവിടെ വരുവാടയായത്. ആമേ. പടകവും വലയും എല്ലാമായിട്ടാ വന്നത്. എത്ര പ്രതീക്ഷയുണ്ട്. വീട്ടിനകത്ത് പല കാര്യങ്ങളുണ്ട്. എന്റെ പ്രതീക്ഷ മൊത്തം പോയി കർത്താവേ. എന്നോട് പലരും പറയാറുണ്ട്, പ്രാർത്ഥന തന്നെയിലേക്ക് അനേക പ്രാർത്ഥന വിഷയങ്ങളായിരിക്കും. പാസ്റ്ററെ, എല്ലാ പ്രതീക്ഷയും പോയി കേട്ടോ, എല്ലാ പ്രതീക്ഷയും പോയി. നിന്റെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി നീ ചിന്തിക്കുമ്പോൾ ഉയരത്തിലെ കരം നിനക്ക് വേണ്ടി ഇറങ്ങും. പ്രൈസ് ഗോഡ്. ഉയരത്തിലെ കരം നമുക്ക് വേണ്ടി ഇറങ്ങും. കഴിഞ്ഞ നാളിൽ ആ ഉയരത്തിലെ കരം ഇറങ്ങി എത്രയോ അനുഭവങ്ങളുണ്ട്. ആമേ. മരണത്തെ മുഖാമുഖമായി കണ്ടുപോയ നിമിഷം, മെഡിക്കൽ റിപ്പോർട്ടുകൾ വന്ന നിമിഷം ഉയരത്തിലെ കരം ഇറങ്ങി വന്ന് വിടുവിച്ചില്ലേ എന്റെ കർത്താവ് എത്ര വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ. എന്നാൽ പ്രവാചകന്റെ വാക്കില് ആമേ സ്തോത്രം, ആ സ്ത്രീ പോയി അപ്പമുണ്ടാക്കി കൊടുത്തിട്ട് തിരിച്ചു പ്രവാചകന്റെ കരകൾ കൊടുത്തിട്ട് വന്നപ്പോൾ, അഭിഷേകത്തിന് കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ ദൈവം പ്രവർത്തിച്ച വിധങ്ങൾ എത്ര വലുതാണ്. രാത്രി മുഴുവനും അധ്വാനിച്ചെല്ലാം ശൂന്യമായി പടകും വലയെല്ലാം എടുത്തുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ യേശുനാഥം വരിക. യേശുവിനെ വാക്കിൽ വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ട്, വല കീറാറാകോളം പെരുത്ത മീൻകൂട്ട്. ഇന്ന് രാത്രികാലം നമ്മുടെ ശൂന്യതകളെ മാറ്റുവാൻ, നമ്മുടെ പരാജയങ്ങളെ മാറ്റുവാൻ, നമ്മുടെ പോരായ്മകളെ മാറ്റുവാൻ എന്റെ കർത്താവിന്റെ കരം കൂടെയുണ്ട്. കണ്ണുടയ്ക്കാം, ദൈവത്തിനെ പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രാർത്ഥന ബഹ്റിൻ കൗൺസിലിന് നേതൃത്വം നൽകുന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാം. ദൈവം ഒരുക്കുന്ന നല്ല നിമിഷത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ചില പോരായ്മകളെ മാറ്റുവാൻ, ഞങ്ങളുടെ ചില ശൂന്യതകളെ മാറ്റുവാൻ എന്റെ കർത്താവിന്റെ കരം ഇന്നും കൂടെയുള്ളതിനായി സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും എന്റെ കർത്താവിന്റെ കരമുണ്ടാകണമേ. ചില അത്ഭുത പ്രവൃത്തി ദൈവം അയക്കണമേ. ചില ശൂന്യതകളെ, ചില
വേദനകളിൽ, ചില ഒറ്റപ്പെടലിൽ കഴിയുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് കർത്താവേ. ഞങ്ങൾ അവരെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. സഹായിപ്പാൻ കഴിയാത്തവനെ ഹോബയുടെ കരം കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവനെ ഹോബയുടെ ചെവി മന്ദമായിട്ടുമില്ല. ദൈവത്തിലുള്ള വിഷയങ്ങളുടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്ന ദൈവം സൗഖ്യമാക്കണമേ. പലവിധമായ വേദനകളും ദുഃഖത്തിനുമായിരിക്കുന്നുണ്ട് കർത്താവെ, ആശ്വസിപ്പിക്കണമേ. അരുമനാഥന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങുവാൻ പ്രത്യാശയോടെ ആയിരിക്കാൻ കർത്താവേയും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം സൃഷ്ടിക്കാൻ അവസരം നന്നായ എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ജീസസ്. ആമേൻ. ഒരു കാര്യം സത്യമാണ്, അദ്ദേഹം കേരളത്തിൽ വന്നിട്ടും ഈ 12 മണിക്കും രാത്രി നമ്മുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് കൃപ തന്നു. ഇന്ന് സൂമില് അതിൽ കടന്നു വന്ന എല്ലാവരും അടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ധ്വനി ഇനിയും ശക്തമായി ലോകത്തിൽ 5 അനുഗ്രഹ കർത്താവ് വേല ചെയ്യുന്ന ദൈവദാസന്മാരെ ബലപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. GCC, സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഒമാൻ, ഖത്തർ, ബഹ്റിനിലെ പ്രാർത്ഥന ധ്വനിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന പാഷ ജെയ്സൺ, പ്രത്യേകിച്ച് ഇവരാൻസ് സജി ജോൺ, കോർഡിനേറ്റർ ആയിരിക്കുന്ന ശ്യാംചൻ, അതുപോലെ തന്നെ അനീഷ്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം പ്രയർ കോർഡിനേറ്റേഴ്സ് ഉണ്ട്, സോങ്സ് കോർഡിനേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഭാരത് മിഷനറി ചെയ്യുന്ന മിഷൻ കോർഡിനേറ്റർ ഉണ്ട്. അവരെല്ലാം എടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ് ശക്തമായി സഹായിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളോർത്ത് ദൈവത്തിന്റെ ആത്മ പേരിപ്പിക്കുന്ന ഒരാൾക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാം. പെട്ടെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ദൈവമേ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമേ, നല്ല ഈ രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ദൈവമേ കർത്താവെ, പ്രിയ മധുച്ചായം പറഞ്ഞ വിഷയങ്ങളെയൊക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിനു മുമ്പായിട്ട് ദൈവമേ, പ്രിയ കർത്തൃദാസനിലൂടെ കേട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു, നമ്മൾ എന്ത് അപേക്ഷിക്കുന്നു, അതിനൊക്കെ ദൈവമേ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന ദൈവമാണെന്നുള്ളത് ദൈവമേ ഞങ്ങൾ പൂർണ്ണമായി അറിയുന്നു, പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങ് ജീവനുള്ള ദൈവമാണ്. ആ ജീവനുള്ള ദൈവത്തെ ദൈവം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ നന്മയും അനുഗ്രഹവും ദൈവമേ നൽകി തരുവാൻ അങ്ങ് മതിയായവനാണെന്ന് ദൈവം ഞങ്ങൾ പൂർണ്ണമായി അറിയുന്നു. ദൈവമേ കർത്താവെ, തീർച്ചയായിട്ടും ദൈവമേ ആ ഒരു വിശ്വാസത്തോടെ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ അങ്ങ് അറിയുന്നു, ഞങ്ങളുടെ അവസ്ഥകളെ അങ്ങ് അറിയുന്ന ദൈവമാണ്. ദൈവം ഞങ്ങളുടെ അവസ്ഥകളുടെ മേൽ പ്രവർത്തിക്കുന്ന നല്ല ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ദൈവമേ, പ്രിയ മധുച്ചായം പറഞ്ഞതുപോലെ കർത്താവെ, പ്രിയ ദൈവമേ, ഇവിടുത്തെ ചെയർമാൻ ആയിരിക്കുന്ന ദൈവമേ ജെയ്സൺ പാസ്റ്ററിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയ ദേവദാസനെ കുടുംബമായിട്ട് അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. ഈ പ്രാർത്ഥനാ ധ്വനിയുടെ പ്രവർത്തനങ്ങളിൽ തന്റെ മകന് ദൈവമേ കർത്താവെ കൊടുക്കുന്ന നേതൃത്വത്തിനായി സ്തോത്രം. തന്റെ മകന് ദൈവമേ കർത്താവെ വേണ്ടുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവമേ ആ കുടുംബത്തിന് മേലും തന്റെ മകന്റെ മേലും ദൈവമേ അങ്ങ് പകരുമാറാകണമേ. തുറന്നും പ്രാർത്ഥനാ ധ്വനിയെ കർത്താവെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവമേ പ്രിയ കർത്തൃദാസനെ അങ്ങ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിന്റെ ഒരു കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രിയ സാമച്ചാനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണം, സഹായിക്കണമേ. വേണ്ടുന്ന നന്മകളും അഭിവൃദ്ധിയും ഒക്കെ തന്റെ മകന്റെ ജീവിതത്തിലും അങ്ങ് നൽകി കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേന്റെ പ്രയർ കോർഡിനേറ്ററായിട്ട് ദൈവമേ കർത്താവ് സേവനം അനുഷ്ഠിക്കുന്ന പ്രിയ മധുച്ചായനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ അങ്ങ് അനുഗ്രഹിക്കണമേ. ആ അവസ്ഥകളെയൊക്കെ അങ്ങ് അറിയുന്നുവല്ലോ, ആവശ്യങ്ങളെ അങ്ങ് അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ വലിയ കൃപയും ദൈവത്തിന്റെ വലിയ ഒരു പ്രവൃത്തിയും തന്റെ മകന്റെ ആ കുടുംബത്തിന്റെ ജീവിതത്തിന്മേൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ കർത്താവെ, ആന്റിയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. മക്കളെ, മോനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഓസ്ട്രേലിയയിലൊക്കെ ആയിരിക്കുന്നുവല്ലോ. ദൈവമേ കർത്താവേ, ദൈവത്തിന്റെ കൃപ തന്റെ മകന്റെ കുഞ്ഞിന്റെ മേൽ ഉണ്ടാകുമാറാകണം. ആയിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ വലിയ കൃപ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രാർത്ഥനാ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവേ, അവരേത് വിഷയത്തിൽ
ആയിരിക്കുന്നു, എന്ത് പ്രശ്നത്തിലൂടെ അവർ കടന്നു പോകുന്നു, ഏത് പ്രയാസത്തിലൂടെ അവർ കടന്നു പോകുന്നു, ദൈവമേ കർത്താവെ, അത് അടിയൻ അറിയുന്നില്ലെങ്കിലും അങ്ങെല്ലാം അറിയുന്ന ദൈവമാണ്. ദൈവമേ, അവരുടെ ഓരോ വ്യക്തിപരമായ ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ വലിയ കൃപ പകരുമാറാകണമേ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അവർ ഓരോ നിമിഷവും രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ കേട്ടാ ദൈവമേ, അതേ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് ദൈവം ഞങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു അത്ഭുതം ദൈവമേ കർത്താവ് ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ദൈവമേ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെന്ന് പലതും ദൈവമേ നമുക്ക് നോക്കുമ്പോൾ ദൈവമേ തോന്നുമെങ്കിലും കർത്താവെ സകലവും സാധ്യമാക്കി തരുവാൻ ദൈവമേ കർത്താവെ അങ്ങ് മധ്യായവനാണ്. ആ മധ്യായവനിലേക്ക് ദൈവം ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തി ദൈവം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനകളെ എല്ലാം ചെവിക്കൊണ്ട് അങ്ങ് അനുഗ്രഹിച്ച് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകലവും യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയുടെ കേട്ട് ഉത്തരമല്ലണമേ. ആമേൻ. കർത്താവ് നമ്മളെ പ്രാർത്ഥന കേട്ട് കർത്താവ് നമ്മളെ പ്രാർത്ഥന ധ്വനി അനുഗ്രഹിക്കാൻ ബെൻസൺ ദാനിയലിനും സിസ്റ്റർ ബിന്ദു ബെൻസൺ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോകുന്നോടത്ത് നമുക്ക് കരങ്ങളോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 16 ചാപ്റ്റർ കർത്താവ് വേലയും ദൈവദാസന്മാരെ ശക്തമായി നിർത്തുവാനും ബഹ്റിൻ ചാപ്റ്ററും കുവൈറ്റ് ചാപ്റ്ററും സൗദി അറേബ്യ ചാപ്റ്ററും ഒമാൻ, ഖത്തർ, UAE അവിടെയൊക്കെ കർത്താവ് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഗുജറാത്തിലുള്ള പ്രവർത്തനങ്ങളോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ഇന്ത്യയോടത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കും. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്ര പ്രദേശങ്ങൾ, 7900 പട്ടണങ്ങൾ, 6,38,558 ഗ്രാമങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ 14 ജില്ലകൾ, പ്രത്യേകിച്ച് എത്രയോ ദൈവദാസന്മാർ ജയിലിന്റെ അകത്ത് കിടക്കുന്നല്ലോ. അവിടെ എല്ലാം ദൈവത്തിന്റെ കരം കാണാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ കാണാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നും അനന്യമായിരിക്കും. നമുക്ക് അല്പസമയം ദൈവത്തെ എല്ലാ സ്റ്റേറ്റും പ്രൈം മിനിസ്റ്റർ, അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പാർലമെന്റ് മെമ്പേഴ്സ്, പ്രത്യേകിച്ച് നമ്മളെ ചീഫ് മിനിസ്റ്റേഴ്സ്, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഗുജറാത്ത്, ജമ്മു കാശ്മീർ, ഡൽഹി, അതുപോലെ തന്നെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കേരളം, തമിഴ്നാട്, അവിടെ എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാമം നമ്മൾ കാണാത്ത അനേകം ജയിലിൽ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ദൈവദാസൻ ഉപദ്രവിക്കുന്നല്ലോ. അവിടെയും ദൈവദാസൻ ഉപയോഗിക്കുന്നു. അവിടെയും ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് നമ്മളെ ഇറാനിൽ പ്രയാസം നടക്കുന്നു, അമേരിക്കയിൽ പ്രയാസം നടക്കുന്നു, ആഫ്രിക്കയിൽ നടക്കുന്നു, ഇസ്രായേൽ നടക്കുന്നു, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ, യൂറോപ്പ് രാജ്യങ്ങളിൽ അനേക ദൈവദാസന്മാരും എല്ലാത്തവരും അവിടെ എല്ലാം ദൈവം അവരെ സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മ പ്രേരിപ്പിക്കുന്നവരൊക്കെ ചുരുക്കമായി പെട്ടെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പ്രിയ കർത്താവേ, നല്ല അനുഗ്രഹമേറിയ കർത്താവേ, രാത്രി വേളയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവേ, ബഹ്റിൻ ചാപ്റ്ററിന്റെ പ്രാർത്ഥന കർത്താവെ സംഗമത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധാനത്തിലായിരിക്കാൻ ദൈവം അവസരം തന്നല്ലോ. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ ഈ ഐലൻഡിൽ കർത്താവെ അല്ലെങ്കിൽ വ്യക്തിയായി, കുടുംബമായി, സഭയായി കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദാനമായി തന്നു. അത് ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി എല്ലാ തലത്തിലും വേണ്ട നന്മകളും അനുഗ്രഹങ്ങളും വന്നു. കർത്താവ് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും ഞെരുക്കങ്ങളും ഭാരങ്ങളും ഒക്കെ വന്നു. എല്ലാ സമയത്തും കരുതുന്ന ഒരു കർത്താവ്, കൂടെയിരിക്കുന്ന ഒരു കർത്താവ്, ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല പിതാവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. ഇന്ന് വരെ നടത്തിയല്ലോ കർത്താവെ. മേലാലും നടത്തുവാൻ ശക്തനായ ഒരു ദൈവത്തിൽ ഞങ്ങൾ ആശ്രയം വെക്കുന്നു. പ്രാപ്തനായ ഒരു ദൈവത്തിൽ ഞങ്ങൾ ആശ്രയം വെക്കുന്നു. സർവശക്തനായ ഒരു ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവെ, ഞങ്ങളെ ഒരിക്കലും ലജ്ജിപ്പിക്കാതെ വഴി നടത്തുന്ന നല്ലൊരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. ദൈവവചനം പറയുന്നത് പോലെ ഞങ്ങളുടെ അവസ്ഥകളും സാഹചര്യങ്ങളും ആരും അറിയുന്നില്ലെങ്കിലും അറിയുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. കർത്താവിന്റെ ദാസൻ ഞങ്ങളോട് ദൈവവചനത്തിലൂടെ ആധികാരികമായി സംസാരിച്ചല്ലോ കർത്താവെ. ഞെരുക്കങ്ങളും ഭാരങ്ങളും കർത്താവെ, പ്രതിസന്ധി, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ നിന്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ അവനെ സ്തുതിക്കും. ദൈവവചനം പറയുന്നത് പോലെ കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് സഹായിക്കുന്നത് ദാസനെ അനുഗ്രഹിച്ച് കുടുംബത്തെ എല്ലാ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങൾ തന്നു പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ ദൈവദാസൻ കർത്താവെ, മധു ദൈവദാസനായ സ്തോത്രം. ദാസൻ, കുടുംബം, മകനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠമായ വഴികളും വഴിത്താരകളും നന്മകളും കൊടുത്ത് മാനിക്കണമേ. അറ്റൻഡ് ചെയ്ത് ഞങ്ങളുടെ ദൈവദാസന്മാരുണ്ട് കർത്താവെ. ഞങ്ങളുടെ ബിജു പാസ്റ്ററുണ്ട് കർത്താവെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവെ. ഞങ്ങളുടെ ജെയ്സൺ പാസ്റ്ററുണ്ട് കർത്താവെ. മറ്റ് ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളുണ്ട്. ഞങ്ങളുടെ പ്രിയവിധമായ ചുമതല വഹിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ നാളുകൾ ഒരുമിച്ച് കർത്താവെ ഞങ്ങൾക്കായിരിക്കാനും കർത്താവ് എല്ലാ നല്ല കർത്താവ് ആത്മീയ സ്നേഹബന്ധങ്ങൾക്കായി സ്തോത്രം. തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ദാസൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകം ഞങ്ങളുടെ മാതൃരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. 28 സംസ്ഥാനങ്ങൾ കർത്താവെ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, എല്ലാ കർത്താവെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ, അതിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള പ്രിയപ്പെട്ടവർ, ഗവർണേഴ്സിനായി കർത്താവെ, ചീഫ് മിനിസ്റ്റേഴ്സിനായി, എല്ലാ മന്ത്രിമാർ, ഞങ്ങളുടെ പാർലമെന്റ് അംഗങ്ങൾ, അതോടൊപ്പം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, കർത്താവെ, അങ്ങനെ എല്ലാ ഞങ്ങളുടെ അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ദൈവം കൊടുക്കാതെ ഒരു അധികാരവും ആർക്കുമില്ല കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ മാതൃ സംസ്ഥാനത്തിനായി സ്തോത്രം, എല്ലാ ജില്ലകൾക്കായി സ്തോത്രം. വൃത്തിയാൽ കർത്താവേ, ദുരദാസൻ ദൈവതാവെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ച വിഷയങ്ങൾക്കായി സ്തോത്രം. കർത്താവ്, അനേക ദൈവദാസന്മാർ വിവിധമായ സംസ്ഥാനങ്ങൾ കർത്താവെ ദൈവനാമത്തെ പ്രതി അവർ പീഡ അനുഭവിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ നീ കർത്താവെ അങ്ങ് ആത്മാക്കളുടെ ഉടയവനെ, ഞങ്ങൾക്ക് കഴിയാത്തത്, ഞങ്ങൾക്ക് കർത്താവെ ചെയ്യുവാൻ സാധിക്കാത്തത് ഞങ്ങളുടെ ദൈവദാസന്മാരും ദൈവമക്കളും കർത്താവ് വിവിധമായ സ്ഥാനങ്ങളിൽ, അവസ്ഥകളിൽ, സാഹചര്യങ്ങളിൽ കർത്താവ് ദൈവനാമത്തിന് വേണ്ടി അവർ അത്യധ്വാനം ചെയ്യുന്നു. ഈ ജീവനുള്ള സത്യദൈവത്തെ കണ്ടെത്തുവാൻ അനേകരെ ദൈവം ഒരുക്കണമേ കർത്താവേ. അല്ലെങ്കിൽ പട്ടണങ്ങളിൽ കർത്താവേ, ഗ്രാമങ്ങളിൽ, ആദിവാസി മേഖലകളിൽ, വനാന്തരങ്ങളിൽ, അങ്ങനെ കർത്താവെ അനേക ഇടങ്ങളിൽ ഞങ്ങളുടെ ദൈവദാസന്മാർ കർത്താവേ ഹല്ലേലൂയാ സ്തോത്രം, അവർ ആത്മാർത്ഥമായി അവർ കർത്താവെ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അനേകർ പീഡയിലൂടെ കടന്നു പോകുന്നു കർത്താവ്. സുവിശേഷ വിരോധികൾ കർത്താവ് വളരെ പ്രയാസങ്ങളും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. അനേക ദൈവദാസന്മാർ ജയിലറകളിലാണ് കർത്താവെ. ഞങ്ങൾക്ക് കയറി ചെല്ലുവാൻ കഴിയാത്ത മേഖലകളിൽ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനും അങ്ങേക്കും കർത്താവ് കടന്നു ചെല്ലുവാൻ കഴിയും. അധികാരികളോട് ദൈവം ഇടപെടണമേ കർത്താവെ, അവർക്കൊക്കെ വിടുതൽ കൊടുക്കണമേ. ഈ സത്യസുവിശേഷം കർത്താവെ, നിർമ്മല സുവിശേഷം അനേകരിൽ എത്തിക്കുവാൻ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് പീഡകൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയും കർത്താവെ, സഭയുടെ കർത്താവ് വ്യാപനവും സംഭവിക്കട്ടെ. അനേകർ ഈ സത്യദൈവത്തെ കണ്ടെത്തുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ, നിന്റെ ദാസൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം കാണട്ടെ കർത്താവ്. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമ മഹത്വത്തിന് മാത്രം കാരണമായി തീരട്ടെ. അറ്റൻഡ് ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും ദൈവദാസന്മാരെയും കർത്താവെ ദാസിമാരെയും എല്ലാം അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് തന്നെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ്, നമ്മൾ പ്രാർത്ഥന കേട്ട് കരങ്ങളെടുത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ചിലപ്പോൾ നമ്മൾ ചെറിയൊരു പ്രാർത്ഥനയായിരിക്കാം. നമ്മൾ 28 സംസ്ഥാനങ്ങൾ ചില ദൈവം ചെയ്യുവാൻ, ദൈവദാസന്മാരെ ബലപ്പെടുത്തുവാൻ ദൈവദാസൻ പ്രാർത്ഥിച്ച പ്രകാരം ചില ജയിലിലായിരിക്കുന്നു. അവരുടെ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ കാണാത്ത അവസ്ഥയുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളെ കാണാത്ത അവസ്ഥയുണ്ട്. എന്ന കർത്താവ് ദൂതന്മാരയച്ച്, പത്രോസിനെ ദൂതന്മാരയച്ച് കർത്താവ് കാരാഗ്രഹത്ത് പുറത്ത് കൊണ്ടുവന്നെങ്കിൽ, ശീലോസും പൗലോസും ആരാധിച്ച കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകിയെങ്കിൽ, ഇന്ന് രാത്രി സമയം പ്രൈം മിനിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത കാര്യം, പ്രസിഡന്റിന് ചെയ്യാൻ കഴിയാത്ത കാര്യം, ചീഫ് മിനിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത കാര്യം, പ്രത്യേകിച്ച് മിനിസ്റ്റേഴ്സ് ചെയ്യാൻ കഴിയാത്ത കാര്യം, നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം, ഒരു പ്രാർത്ഥനയുടെ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ ഒരു സുവിശേഷത്തിന്റെ രാജ്യമായി തീരുവാൻ ശബ്ദമനക്ക് ആരുമില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഈ രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നീർത്തോടെ ഇരിക്കുന്നു. ഇന്നത്തെ സദൃശവാക്യതാണ്, രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നീർത്തോടെ ഇരിക്കുന്നു. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നീർത്തോടെ തനിക്ക് ഇഷ്ടമുള്ള ചെയ്യുന്നു. ദൈവം ഇന്ന് രാത്രി ചെറുത് ചെയ്യാൻ പോകുന്നോർത്ത് നമുക്ക് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, ആ കുഞ്ഞുങ്ങളോർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങൾ 10th and 12th ബോർഡ് എക്സാം, ദൂരത്തായ കുഞ്ഞുങ്ങൾ, അത് ആസ്ട്രേലിയയിലുണ്ട്, അമേരിക്കയിലുണ്ട്, UK-യിലുണ്ട്, USA-യിലുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലുണ്ട്, ആഫ്രിക്ക രാജ്യം ഇറാനിലുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളുണ്ട്, ജോർജിയയിലുണ്ട്. അവരൊക്കെ മൈനസിലൊക്കെ തണുപ്പായിരിക്കും. ദൈവത്തിന്റെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഈ 10th and 12th ബോർഡ് എക്സാം എഴുതിയിട്ട് 12th കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി സാമ്പത്തികമായി, ആത്മീയമായി ബലപ്പെടുത്താൻ വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ തന്നെ അവർ എക്സാം എഴുതി കഴിഞ്ഞാൽ തന്നെ ആ എക്സാം നോക്കുന്ന ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലാബുലേഷൻ ചെയ്യുന്ന ഒന്നും തെറ്റുകൂടാതെ അത് നന്നായി ചെയ്യാൻ വേണ്ടി നമുക്ക് അല്പസമയം, അതിനുപരിയായി അസുഖമില്ലാതെ ദൈവം സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് അല്പസമയം സ്തുതിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ബ്ലെസ്ഡ് സിസ്റ്റർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ കർത്താവേ, നല്ല രാത്രികാലത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വിവിധയിടങ്ങളിൽ ഇരുന്ന് കർത്താവേ, അഭിനേകങ്ങൾ മീറ്റിലൂടെ കർത്താവെ അങ്ങ് സ്തുതിപ്പാൻ തരുന്ന വിലപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യാണ് കർത്താവ്. കർത്താവിന്റെ ദാസൻ അവൻ പറയപ്പെട്ട എല്ലാ പ്രാർത്ഥന വിഷയങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, നിങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവരായിരിക്കുന്ന ദേശങ്ങളിൽ, രാജ്യങ്ങൾക്ക് പരിപാലിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന കർത്താവ്. വ്യത്യസ്തമായ കാലാവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കൃപ ധാരാളം പകരേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന കർത്താവെ.
എക്സാം ടൈമിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൃപകളും ധാരാളം പറഞ്ഞ ആവശ്യമായ ബുദ്ധി ജ്ഞാനം കഴിവും പ്രാപ്തിയും കൊടുത്ത് ദൈവം മാനിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ആമേൻ. വിദ്യാർത്ഥി ബോർഡ് എക്സാമിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. മോഡൽ എക്സാമിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നന്നായി കർത്താവേ. എക്സാം കർത്താവേ അധ്വാനിച്ച് എഴുതുവാൻ ദൈവം സഹായിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അധ്വാന ഫലം കാണുവാൻ ദൈവം സഹായിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ഒരു വിധത്തിൽ ഒരു ക്ലേശമോ കഷ്ടമോ രോഗമോ കർത്താവേ അനർത്ഥങ്ങളൊന്നും സംഭവിക്കാൻ അനുവദിക്കാതെ വണ്ണം ദൈവരെ സൂക്ഷിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഉള്ളെങ്കിൽ വഹിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ആമേൻ ആമേൻ. കർത്താവേ ഞങ്ങളുടെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ കർത്താവരെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങൾ അറിഞ്ഞു അറിയാതെ കർത്താവിനെ കുഞ്ഞുങ്ങൾ വിവിധ ഇടങ്ങളെല്ലാം ഒക്കെ ഉണ്ടല്ലോ കർത്താവേ. ദൈവരുടെ വഴികളെല്ലാം ദൈവം സൂക്ഷിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. നല്ല ഭാവി ദൈവർക്ക് വേണ്ടി ഒരുക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ തുടർന്ന് അഡ്മിഷനായി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ അവർക്ക് വേണ്ടി തക്കതായ വഴികൾ ദൈവം ഒരുക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവേ. ആ വഴികളിലെല്ലാം ദൈവത്തിന്റെ കൃപ ഉണ്ടായിരിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കരുതൽ കാണുവാൻ ദൈവം സഹായിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. താനെ എല്ലാ മേഖലയിലും ഉത്കൃഷ്ട മാനസിനായി വിളങ്ങി നേരിക്കുന്ന പോലെ എല്ലാ മേഖലയിലും ഒരു വിളങ്ങത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ കൂടെ വെളിപ്പെട്ടുകൊണ്ട് സന്തോഷിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും കർത്താവിടെ വരുത്തേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ തണുപ്പിന്റെ കാരണത്തിൽ നിന്ന് പല രാജ്യങ്ങളിലുള്ള കുഞ്ഞുങ്ങളെല്ലാം ദൈവം സൂക്ഷിക്കണേ കർത്താവേ. ആമേൻ. ഒരു കടന്നു പോകുന്ന മേഖലയൊക്കെ പഠിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കൃപകളും ധാരാളം പകർന്ന് ദൈവരെ നടത്തേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന. ആവശ്യങ്ങളെല്ലാം മതിയെ ദൈവമായി കൂടിയിരിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സുഹൃത്തുക്കൾക്കായി ജീവനെ തന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട് നമ്മളെ കുഞ്ഞുങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10th 12th ചെയ്ത കുഞ്ഞുങ്ങളെ ഭാവി എല്ലാം ഓർത്തുകൊണ്ട് കരങ്ങൾ കൊടുത്ത് നമുക്ക് അല്പസമയം സ്തുതിക്കാം. നമുക്കറിയാം ജോർജിയയിലും കാനഡയിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് സ്റ്റേ ബാക്ക് ഒക്കെ ആവശ്യമാണ്. പല വിഷമങ്ങളുണ്ട്. അവരെല്ലാം ഓർത്ത് ആസ്ട്രേലിയയിലെ കുഞ്ഞുങ്ങൾ അവരെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് അല്പസമയം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവ് ഇത്രത്തോളം നമ്മൾ സഹായിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ പറഞ്ഞ വിഷയങ്ങളെല്ലാം ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. കർത്താവിന്റെ ഈ നമ്മളെ പ്രാർത്ഥന ധ്വനിയുടെ 16 ചാപ്റ്റർ ബെൻസൺ ദാനിയൽ, ബിന്ദു ബെൻസൺ ദാനിയൽ അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് അല്പസമയം സ്തുതിക്കാം. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസൻ പാഷ ജയ്സൺ നമ്മൾ മധ്യത്തിലുണ്ട്. ജയ്സൺ പാഷ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ ഇടവരുത്തിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസനെ കർത്താവ് ഇടവരുത്തിയത് ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപയോടെ ഇരിക്കട്ടെ. നെറ്റിന്റെ പ്രയാസം ഉണ്ടായതുകൊണ്ട് കർത്താവിന്റെ ദാസന്റെ വചനം ശുശ്രൂഷ കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിപ്പാൻ ഇടയായി തീർന്നു. ഉള്ളത് കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി ഇന്നും ഉള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാൻ. തുടർന്ന് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ യോഗ ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് ഇടവരുത്തിയല്ലോ. കുടുംബമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവർ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവിക കരുതൽ, ദൈവിക സൗഖ്യം, ദൈവിക അനുഗ്രഹം കാണുവാൻ കർത്താവ് ഇടവരുത്തിട്ട് പ്രത്യേകിച്ച് ഫ്ലാറ്റ് മാറി പുതിയ ഒരു ഫ്ലാറ്റിലേക്ക് മാറി താമസിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അതിന്മേൽ ദൈവത്തിന്റെ കരം കാണുവാൻ, ജോലി സംബന്ധമായ വിഷയങ്ങളുമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, കുഞ്ഞിന്റെ മകന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം കാണുവാൻ കർത്താവ് ഇടവരുത്തുവാൻ പോകുന്ന ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. പ്രിയ സാമചാനായി സ്തോത്രം ചെയ്യാം. പ്രിയ സാമചാനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയ മകളുടെ അഡ്മിഷനോടനുബന്ധിച്ച് അടുത്ത ഏപ്രിലിൽ കടന്നു പോകേണ്ടതുണ്ട്. അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അടിയങ്ങളുടെ മൂത്ത മകള് 12th എക്സാം എഴുതുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. തുടർന്ന് അവർക്കും അഡ്മിഷൻ ആവശ്യമാണ്. കർത്താവിന്റെ കരം അനുകൂലമായി ചരിക്കുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. 12th 10th ബോർഡ് എക്സാം എഴുതി നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളോ മറ്റു പ്രയാസങ്ങളോ ഒന്നും പ്രിയ കുഞ്ഞുങ്ങളെ ഏശാതെ വണ്ണം ദൈവത്തിന്റെ കരം അനുകൂലമായി പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചലിക്കപ്പെടുവാൻ, ദൈവിക പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവ് ഇടവരുത്തട്ടെ. കർത്താവിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവരുടെ മേലും ചൊരിയപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തുടർന്നും ഇത്രത്തോളം ഈ പ്രാർത്ഥന കർത്താവ് അനുഗ്രഹിച്ചല്ലോ. തുടർന്നും കർത്താവ് അനുഗ്രഹിക്കുവാൻ, നമ്മുടെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുവാൻ നമ്മുടെ ബുള്ളറ്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ മുൻപിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അനീഷ് ബ്രദറിനായി സ്തോത്രം ചെയ്യാം, സാമുച്ചാനായി സ്തോത്രം ചെയ്യാം. അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിന്റെ മുൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മോട് ചേർന്ന് വളരെ ആശ്വാസമായി തീർന്നിരിക്കുന്ന പാസ്റ്റർ ടൈറ്റസിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. പ്രിയ കർത്താവിന്റെ ദാസനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ കർത്താവ് അനുഗ്രഹിച്ച് കർത്താവിന്റെ കരം കാണുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവിക സന്ദർശനവും ദൈവിക അനുഗ്രഹങ്ങളും ഈ ദേശങ്ങളിൽ ഉണ്ടാക്കുവാൻ കർത്താവ് ഇടവരുത്തുവാൻ പോകുന്നവർക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിവിധ സാഹചര്യങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ വിഷയങ്ങളെയൊക്കെ കർത്താവിന്റെ കരം കണ്ട്
ദൈവിക സൗഖ്യം കണ്ട്, ദൈവിക വിടുതൽ കണ്ട്, ദൈവിക നന്മ കണ്ട്, ദൈവിക അനുഗ്രഹം കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ, കർത്താവിനെ വരുത്തുവാൻ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഈ ദേശത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ ദേശം കർത്താവിനോട് അനുഗ്രഹിക്കപ്പെട്ടിട്ട് മധ്യപൗരസ്ത്യ ദേശങ്ങളിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, കർത്താവിനെ വരുത്തുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, തന്ന് അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടുന്ന് അനുഗ്രഹിച്ചു. ഈ പുതിയ വർഷം കണ്ട് ദൈവത്തെ മുഹൂർത്തപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതയാത്രയിൽ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, തുടർന്ന് അവിടുന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം എല്ലാവർക്കും വേണ്ടി അനുകൂലമായി അവിടുന്ന് പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക വിഷയങ്ങളെ ഓർത്ത് കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രാർത്ഥനാധ്വനി എന്ന കർത്താവെ ദൈവമേ ഹാലലി പ്രവർത്തനത്തിലൂടെ പ്രാർത്ഥിപ്പാൻ കർത്താവ് അനുവദിച്ചു. കർത്താവ് അനേകർക്ക് സൗഖ്യം വരുവാൻ, വിടുതൽ ലഭിപ്പാൻ, നന്മ പ്രാപിപ്പാൻ കർത്താവ് ഇടവരുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നോട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശങ്ങളുമേൽ ദൈവത്തിന്റെ കരം കാണുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടവരുത്തുവാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസനും നാട്ടിൽ നിന്ന് കർത്താവ് ജോയിൻ ചെയ്യുവാൻ ഇടയായി തീർന്നു. മറ്റു പല സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഒക്കെ ഈ മീറ്റിംഗിൽ സംബന്ധിപ്പാൻ കർത്താവ് വിദേശങ്ങളിൽ നിന്ന് അവിടെ അനുവദിച്ചതിനായി സ്തോത്രം. അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ വിഷയങ്ങളുമേ ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവിക അനുഗ്രഹങ്ങളും കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ അവിടെ നിടവരുത്തുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവരെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ഒരുമിച്ച് സഹകരിച്ച എല്ലാ ദേശങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങളോട് ഒരുമിച്ചായിരുന്ന ഞങ്ങളുടെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രവർത്തനത്തിന് കർത്താവ് ഇത്രത്തോളം ആശ്വാസവും ബലവുമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. ആഗോള കർത്താവ് അവര് ആഗോളമായി പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസനായി സ്തോത്രം കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസൻ കർത്താവ് ദൈവത്തെ ശുശ്രൂഷിപ്പാൻ അവിടുന്ന് വരുത്തിയുള്ള കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളെ കൊണ്ടുവരുമ്പോൾ കർത്താവ് ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളുടെ മധ്യത്തിലും ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായി അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവമേ വറ്റിപ്പോകാത്ത ഉറവ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം കാണുവാൻ അവിടുന്ന് അനുവദിക്കുന്നതിനായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ദാസനെ കുടുംബം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ പ്രവർത്തനങ്ങളുടെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങളുടെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. മുൻപോട്ടുള്ള അതിന്റെ പ്രയാണങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് കർത്താവിന്റെ അനുഗ്രഹങ്ങൾ കർത്താവെ ദൈവമേ ഹാലോടുന്ന് ചൊരിയപ്പെടുവാൻ അവിടുന്ന് ഇടവരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ കർത്താവ് ഈ ഗൂഗിൾ മീറ്റിൽ കർത്താവെ തിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ ദൈവസാന്നിധ്യം കൂടി ഇരിക്കണമേ. അവരുടെ വിഷയങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ അവിടുന്ന് വരുത്തണമേ. അവർ പ്രാർത്ഥിക്കുന്ന ഞരകുന്ന വിഷയങ്ങളിന്മേൽ, കരയുന്ന വിഷയങ്ങളിന്മേൽ, ഓലോല കണ്ണുനീരൊഴുക്കുന്ന വിഷയങ്ങളിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ, ദൈവത്തിന്റെ വിടുതൽ കാണുവാൻ, ദൈവിക കരം കാണുവാൻ, ദൈവിക അനുഗ്രഹം കാണുവാൻ അവിടുന്ന് ഇടവരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങനെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്താൽ പ്രിയമുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടിട്ട്, ദൈവത്താൽ കർത്താവ് മാനിക്കപ്പെട്ടിട്ട്, ദൈവത്താൽ ഉയർത്തപ്പെട്ടിട്ട് കർത്താവിനാൽ മാനിക്കപ്പെടുവാൻ അവിടുന്ന് ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവങ്കിലേക്ക് നോക്കി ഇവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ലജ്ജിപ്പാൻ സംഗതിയില്ലാതാതിരിക്കുന്ന ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായി അവിടുന്ന് പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യോഗം ലീഡുവാൻ ഞങ്ങളുടെ അഭിഷേകത്തിന് അവിടുന്ന് ഉപയോഗിച്ചതിനായി സ്തോത്രം. കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളുമേ ദൈവത്തിന്റെ കരം കാണുവാൻ അവിടുന്ന് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ ഒരു വർഷം ഒരു ബുള്ളറ്റിൻ ഇറക്കുവാൻ ഉള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. അതിന്റെ മുൻപിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളോട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പ്രിയ ടൈറ്റസ് പാസ്റ്ററേയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്നായി കർത്താവെ കാര്യങ്ങൾ ചെയ്യുവാൻ, നന്നായി എഡിറ്റ് ചെയ്യുവാൻ, നന്നായി കർത്താവെ അത് പുറത്തു കൊണ്ടുവരുവാൻ, കർത്താവെ ദൈവനാം മഹത്വത്തിനായി തീരുവാൻ അവിടുന്ന് അനുവദിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങൾക്ക് തന്ന നല്ല സമയങ്ങൾക്കും നല്ല കൂട്ടായ്മയ്ക്കുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരമെടുത്ത് കണ്ടിരിക്കാനും സ്തോത്രം സമർപ്പിക്കുന്ന കർത്താവെ, മുൻപോട്ടുള്ള ഗമനങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചാൽ, മുൻപോട്ടുള്ള പ്രയാണങ്ങളിൽ ദൈവിക സാന്നിധ്യവും ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കണമേ. സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെയും ഇന്ന് വചനമൈശ്വര്യമായി ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോട് കുടുംബത്തോടുകൂടെയും, പ്രത്യേകിച്ച് യോഗം ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനോട് കുടുംബത്തോടും താൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളോടുകൂടെയും, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും അവരുടെ വിഷയങ്ങളോടുകൂടെയും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മറ്റു ദേശങ്ങളിൽ നിന്ന് ഞങ്ങളോട് ഒരുമിച്ച് സഹകരിച്ച പ്രിയമുള്ളവരോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
ആമേൻ. സ്തോത്രം.